നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ CPO പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവനകൾ 2ഉം 4ഉമാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏവ? ഉൾപ്പെടാത്തത് ജപ്പാനും ജർമ്മനിയുമാണ്. 1 and 3 ഇംഗ്ലണ്ടും ഫ്രാൻസും ഉൾപ്പെട്ടിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? ഉൾപ്പെടാത്തത് ഡൽഹി സർവകലാശാലയും ശാന്തി നികേതനുമാണ്. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തത് മൂഷക വംശവും ആയി രാജവംശവുമാണ്. ഉൾപ്പെട്ടവ ചേര രാജവംശം, ചോള രാജവംശം എന്നിവയാണ്. സി ആണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്നത് കുമിങ്താങ് പാർട്ടിയും ഫലാങ് പാർട്ടിയുമാണ്. മെൻഷെവിക്കും ബോൾഷെവിക്കും റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെട്ട പ്രസ്ഥാനങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ? സൗരയൂഥത്തിലെ ആദ്യത്തെ 2 ഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ്. ബുധനും ശുക്രനും. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലം ഏതാ? അസ്തനോസ്ഫിയർ ആണ്. അസ്തനോസ്ഫിയർ. താഴെ നൽകിയിട്ടുള്ളതിൽ മെസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്യും, കാരണം ഇതിനകത്ത് ആൻസർ ഇല്ല. പക്ഷേ പ്രൊവിഷണൽ ആൻസർ കീയിൽ PSC A ആണ് ഉത്തരം കൊടുത്തത്. A. അടുത്തത്: കാരക്കോറം, സസ്കർ, പീർപഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? കാശ്മീർ ഹിമാലയം. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കാപ്പിയാണ്. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി മലയിൽ നിന്ന്. ചന്ദ്രനിൽ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാൻസിനസ് സി, സിംബലിയസ് എൻ. പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് എന്ത്? പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് നീതി ആയോഗ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏത്? നബാർഡാണ്. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? പണപ്പെരുപ്പം. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാ? സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. 2024-25 യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ഉത്തരം ബിയും സിയുമാണ് ശരിയായിട്ടുള്ളത്. ബിയും സിയും. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് ഞാൻ ആൻസർ കീ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഓപ്ഷൻ A അല്ലേ ഉത്തരം എന്ന് ചോദിച്ചു. ഓപ്ഷൻ A എന്ന് വെച്ചാൽ എയും ബിയും സിയും ശരിയാണ് എന്നുള്ളതാണ്. A ആദ്യത്തെ പ്രസ്താവന നിങ്ങളൊന്ന് നോക്കിക്കേ. ലോക്സഭയുടെയും രാജ്യസഭയുടെയും കാലാവധി, ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയ 42ാം ഭേദഗതി ലോക്സഭയുടെയും രാജ്യസഭയുടെയും അല്ല, ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടേതുമാണ് വരേണ്ടിയിരുന്നത്. ഇവിടെ രാജ്യസഭ എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന തെറ്റാണ്. ഓക്കെ. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തെറ്റായിട്ടുള്ള പ്രസ്താവന A, B, D എന്നിവയാണ് തെറ്റ്. അപ്പൊ ശരി ഏതാ? ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി, ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണെന്ന് കണ്ടെത്തുക. ഡോക്ടർ BR അംബേദ്കർ ആണ് രൂപീകരിച്ചത്.
ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് നിർദ്ദേശക തത്വങ്ങളിലാണ് പ്രതിപാദിക്കുന്നത്. ചേരുംപടി ചേർക്കുക. കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ അവ ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തിരിക്കുന്നു? വരേണ്ടത് അടിയന്തരാവസ്ഥ കടമെടുത്തിരിക്കുന്നത് ജർമ്മനി. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ചാണ് ജർമ്മനി. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്ക. അവശിഷ്ടാധികാരം കാനഡ. ഡി ആണ് ഉത്തരം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണെന്ന് കണ്ടെത്തുക. സർക്കാരിയ കമ്മീഷനാണ്. സർക്കാരിയ കമ്മീഷൻ. ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിന്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരാണെന്ന് കണ്ടെത്തുക. ഇവിടെ ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ B1, അതായത് B1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എ ആണ് ഉത്തരം എന്ന് എളുപ്പത്തിൽ എത്താൻ പറ്റും. ഓക്കെ, 2143 ആണ് ആൻസർ. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കളിത്തട്ടാണ്. കളിത്തട്ട്. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം. പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരുമാണ് തന്നിരിക്കുന്നത്. ഇവയിൽ കറക്റ്റ് ഉത്തരം ഇല്ല. എന്നിരുന്നാലും PSC D ആണ് ആൻസർ കൊടുത്തത്. PSC കൊടുത്തത് സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ, അത് ശരിയാണ്. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ ശരിയാണ്. അരയ സമാജം PSC കൊടുത്തത് കുമാരഗുരുദേവൻ എന്ന് തന്നെയാണ്. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പനാണ് വരേണ്ടത്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ. ഇങ്ങനൊരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. പ്രൊഫഷണൽ ആൻസർ കീഴിൽ D എന്ന് ഉത്തരം കൊടുത്തു. ഓക്കെ, അടുത്തത് ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ കാണപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥയുണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം. ഇവിടെ വലിപ്പം കൂടിയത് എന്ന് കിട്ടുമ്പോൾ തന്നെ മെഗാലോബ്ലാസ്റ്റിക്, മെഗാലോ എന്നത് കണക്ട് ചെയ്താൽ ഉത്തരം കിട്ടും. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയാണ്. അടുത്ത ചോദ്യം, മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഏത് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു? കരളാണ്. കരൾ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. B ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, CFC, N2O. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ആര്? ഡോക്ടർ S. ഫെയ്സി. ഡോക്ടർ S. ഫെയ്സി. പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റാണ്? പ്രകാശവർഷം ദൂരത്തിന്റെ യൂണിറ്റാണ്. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്ര? 500 വാട്ട്. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിന്റെ കാരണം എന്ത്? ഭൂമിയുടെ ആകൃതിയാണ്. ഭൂമിയുടെ ആകൃതി. ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? കാലാവസ്ഥാ ഉപഗ്രഹമാണ്. അറ്റോമിക നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? പീരീഡ് 4 ഗ്രൂപ്പ് 13. പീരീഡ് 4 ഗ്രൂപ്പ് 13. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. KMg, Al, Si എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമം ഏത്? K > Mg > Al > Si. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏത്?
ലിഥിയമാണ്. ലിഥിയം. കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ്? ഒളിമ്പിക്സിൻ്റെതാണ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്? ഓപ്പൺഹൈമർ ആണ്. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുവിന്റെ ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ആത്മോപദേശ ശതകത്തിലേതാണ്. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാമാണ്? സാകേതം, ലങ്കാലക്ഷ്മി എന്നിവയാണ്. സാകേതം, ലങ്കാലക്ഷ്മി. കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നതെല്ലാം ശരി. പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? സരസ്വതി സമ്മാൻ ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ എന്നിവർക്കാണ്. ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദം 0, 27ാം പദം 60 എങ്കിൽ 17ാം പദം എത്ര? 30. 9ന്റെ 26% പ്ലസ് 15ന്റെ 42% ഈസ് ഈക്വൽ ടു 27ന്റെ x% എങ്കിൽ xന്റെ വില കാണുക. 32. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 20 ക്യൂബ് വാല്യൂ 44100. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിന്റെ ഉപരിതല വിസ്തീർണം 1422 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും? ചതുരക്കട്ടയുടെ ഉയരം 24 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം. ഒരാൾ 18,000 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിനു ശേഷം 6,300 രൂപ പലിശ കിട്ടിയാൽ പലിശ നിരക്ക് എത്രയായിരിക്കും? 7%. ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിന്റെ ശരാശരി വേഗത എത്രയാണ്? 45 km/മണിക്കൂർ ആണ്. റാണി ഒരിടത്ത് നിന്ന് തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ചതിനു ശേഷം വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിച്ചിട്ട് കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചിടത്ത് നിന്ന് എത്ര അകലത്തിലാണ് റാണി ഇപ്പോൾ നിൽക്കുന്നത്? റാണി ഇപ്പോൾ നിൽക്കുന്നത് 50 മീറ്റർ അകലത്തിലാണ്. ഒരു ക്ലോക്കിൽ 10:10 AM സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര? 115 ഡിഗ്രി. √10 into √2⁵ the whole square into √5⁵ the whole square is equal to വാല്യൂ 100 ആണ്. 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ടൊരു ജോലി പൂർത്തിയാക്കുന്നു. അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും കൂടി 12 ദിവസം വേണ്ടിവരും. എങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. They did not come dash the meeting was half over. ഉത്തരം until ആണ്. He still dash in touch with most of his old schoolmates. ഉത്തരം A keeps. We dash of coffee so we adjusted with tea. ഉത്തരം run out ആണ്. run out. Dash you mind waiting here till I return? Would you mind? He is dash European tourist. He is a European tourist. A. Yesterday Sharon dashed the station to meet Anu. Yesterday ആവുമ്പോഴത്തേക്കും went V2 ആണ് വരേണ്ടത്. My birthday is dash October 28th. On October 28th. The meaning of the word garrulous. Garrulousന്റെ meaning എന്താ? talkative. Neither of us dash sweets. Neither of us likes sweets. Colt is the younger one of. Colt is the younger one of horse ആണ്. horse. വിപരീത പദം എഴുതുക. വിയോഗം ഓപ്പോസിറ്റ് എന്താ? സംയോഗം. ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹഗം എന്നർത്ഥം വരുന്ന പദം ഏതാണെന്ന് കണ്ടെത്തുക. പക്ഷിയാണ്. ചേർത്തെഴുതുക. ദു അധികം ജനം. ചേർത്തെഴുതിയാൽ ദുർജനം. ദുർജനം. ശരിയായ ജോഡി ഏത്? മഞ്ഞ്, നീഹാരം, തുഷാരം. എതിർലിംഗം എഴുതുക.
ഭൃത്യ, ഭൃത്യയുടെ ഓപ്പോസിറ്റ് ഭൃത്യൻ, ഭൃത്യൻ. ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക. ദിഗ്വിജയം, ദിക്കുകളെ ജയിക്കൽ. പിരിച്ചെഴുതുക. അവൻ പിരിച്ചെഴുതിയാൽ ആ അധികം അൻ, ആ അധികം അൻ. ശരിയായ പദം എഴുതുക. ശരിയായ പദം ആഖ്യാനം എ. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏതാണ്? നാടോടുമ്പോൾ നടുവേ ഓടണം. എവരി പോട്ട് പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. ശരിയായ പരിഭാഷ ഏത്? ശരിയായ പരിഭാഷ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നതാണ്. ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത്? ശൈശവമാണ്, ശൈശവം. താഴെ പറയുന്നവയിൽ മാരകമായ മുറിവിന്റെ ഉദാഹരണമല്ലാത്തത് ഏത്? 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതിയതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏതാണ്? പുതിയതായിട്ട് കൊണ്ടുവന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം. 370 എയും 376 ഡിയുമാണ് ഉത്തരം. ഇസഡ് പണമുള്ള തന്റെ പേഴ്സ് താഴെ ഇടുന്നത് എ കാണുന്നു. എ പേഴ്സ് എടുക്കുന്നത് ഇസഡിനെ പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന എന്ത് കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത്? എ ചെയ്തിട്ടുള്ളത് സ്വത്തിന്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗമാണ്. നോൺ കൊഗ്നിസിബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് ബാധകം? ബാധകമായിട്ടുള്ളത് മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. 1973 ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോഴാണ്? എപ്പോഴാ? അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ, എന്നാൽ ഇൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുൻപ്. ഇവിടെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. മേൽപ്പറഞ്ഞ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 3 ശരി, 2 തെറ്റ്. 1 3 ശരി. FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമല്ല. FIR ഫയൽ ചെയ്യാനുള്ള അസാധാരണമായ കാലതാമസം FIRൽ തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതം? അത്യന്താപേക്ഷിതം 1 4 ആണ്. വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം എന്ത്? പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? പെടാത്തത് പൊതുജനങ്ങളിൽ പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക എന്നുള്ളതാണ്. 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്നും വിലക്കിയിട്ടുള്ള വിഭാഗം ഏതാണ്? അഴിമതി, സന്മാർഗിക അധപതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്നും നീക്കം ചെയ്തവരെ. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? വധശിക്ഷ നൽകുന്നത് സെക്ഷൻ 31A. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും കൊഗ്നിസിബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. 2012 ലൈംഗിക അതിക്രമണങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് ഏത്? അല്ലാത്തത് 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡേറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവരിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കൈവശം വെക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും.
2000-ലെ വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവയിൽ വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം. 2005-ലെ വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത്? ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ. വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ എത്ര ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്? 5 ദിവസത്തിനകമാണ്. 5 ദിവസത്തിനകം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വഴി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.